മുൻ വിദേശകാര്യമന്ത്രിയും കർണാടക മുഖ്യമന്ത്രിയുമായിരുന്ന എസ്.എം. കൃഷ്ണ അന്തരിച്ചു. 92 വയസ്സായിരുന്നു. ബംഗളൂരുവിലെ വീട്ടിൽ പുലർച്ചെ 2:45 അന്ത്യം. ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഗൗതം, മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് അറിയുന്നത് അദ്ദേഹത്തിന്റെ സംസ്കാരവും മറ്റും സംബന്ധിച്ച്? വീണ ഇന്ന് പുലർച്ചെ വീണ സൂചിപ്പിച്ചതുപോലെ തന്നെ 2:45 സമയത്താണ് എസ്.എം. കൃഷ്ണയുടെ അന്ത്യം സംഭവിച്ചത്. അതിനാൽ നേരം പുലർന്നു വരുന്നൊരു സാഹചര്യത്തിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ വാർത്ത എത്തിത്തുടങ്ങുന്നതേ ഉള്ളൂ. അതിനുശേഷം മാത്രമേ അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകളൊക്കെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ പുറത്തേക്ക് വരികയുള്ളൂ. ബംഗളൂരുവിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം. കഴിഞ്ഞ കുറച്ച് നാളുകളായി വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് എസ്.എം. കൃഷ്ണ ചികിത്സയിലായിരുന്നു. ഒപ്പം അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ നിന്നും കഴിഞ്ഞ വർഷം ഔദ്യോഗികമായി തന്നെ സജീവ രാഷ്ട്രീയം ഉപേക്ഷിക്കുന്നു എന്നത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനവും നടത്തി. 92 വയസ്സായിരുന്നു. അതിനാൽ തന്നെ വാർദ്ധക്യ സഹജമായ പല പ്രശ്നങ്ങൾ നേരിടുന്നതിനാലാണ് അവസാന നാളുകളിൽ അദ്ദേഹം സജീവ പൊതുപ്രവർത്തനത്തിൽ നിന്നും വിട്ടുനിന്ന് പൂർണ്ണമായി വിശ്രമ ജീവിതത്തിലേക്ക് കടന്നത്. ഏതായാലും എസ്.എം. കൃഷ്ണയെ സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദേഹം ബംഗളൂരു നഗരത്തിൻ്റെ ഇന്നത്തെ വികസനത്തിലൊക്കെ വളരെ നിർണായകമായ പങ്ക് വഹിച്ച ഒരു വ്യക്തിയാണ്. പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയിലൂടെയാണ് അദ്ദേഹം പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നു വരുന്നത്. അതിനുശേഷം പിന്നീട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഭാഗമായി ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും ഒക്കെ കാലത്ത് ദേശീയ തലത്തിലും അതോടൊപ്പം തന്നെ കർണാടകയിലും കോൺഗ്രസ് പാർട്ടിയെ ശക്തമാക്കുന്നതിൽ വളരെ സുപ്രധാനമായ പങ്ക് വഹിച്ച ഒരു വ്യക്തിയാണ് എസ്.എം. കൃഷ്ണ. പിന്നീട് 1999 മുതൽ 2004 വരെയുള്ള 5 വർഷക്കാലം കർണാടകയുടെ മുഖ്യമന്ത്രിയായിരുന്നു. അതിനുശേഷമാണ് 2009 രണ്ടാം UPA സർക്കാരിൻ്റെ കാലത്ത് 2009 മുതൽ 2012 വരെയുള്ള സമയം കേന്ദ്ര വിദേശകാര്യമന്ത്രിയായും എസ്.എം. കൃഷ്ണ പ്രവർത്തിച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ പരിശോധിക്കുമ്പോൾ അദ്ദേഹം ഒരു കോൺഗ്രസ് നേതാവായിരുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ PSPയിലൂടെ പൊതുപ്രവർത്തനം തുടങ്ങി പിന്നീട് കോൺഗ്രസിൻ്റെ ഏറ്റവും കരുത്തനായ അല്ലെങ്കിൽ ദേശീയ തലത്തിലെ ഒരു മുഖമായി മാറിയ എസ്.എം. കൃഷ്ണ 2017 കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച് BJPയിൽ ചേർന്നു എന്നതാണ് വളരെ ശ്രദ്ധേയമായ ഘടകം. നെഹ്റു കുടുംബത്തിൻ്റെ അപ്രമാദിത്വവും ഈ കുടുംബാധിപത്യവും അതോടൊപ്പം തന്നെ ദേശീയ നേതൃത്വം എടുക്കുന്ന പല തെറ്റായ സമീപനങ്ങൾ ഇക്കാര്യങ്ങളെല്ലാം വിശദീകരിച്ചുകൊണ്ടാണ് 2017 എസ്.എം. കൃഷ്ണയെ പോലൊരു മുതിർന്ന നേതാവ് BJPയുടെ ഭാഗമാകുന്നത്. അന്ന് അദ്ദേഹം കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തെ രൂക്ഷമായി വിമർശിച്ചാണ് ഡൽഹിയിൽ ദീൻദയാൽ മാർഗിലെ BJP ആസ്ഥാനത്തെത്തി BJPയിൽ അംഗത്വം സ്വീകരിക്കുന്നത്. അങ്ങനെ കോൺഗ്രസിലൂടെ വളർന്നു വന്ന് ദേശീയ തലത്തിൽ കോൺഗ്രസിൻ്റെ മുഖമായി പ്രവർത്തിച്ച് കർണാടക മുഖ്യമന്ത്രിയായൊക്കെ പ്രവർത്തിച്ച എസ്.എം. കൃഷ്ണ പോലും തൻ്റെ അവസാന നാളുകളിൽ കോൺഗ്രസിനെ തള്ളിപ്പറയേണ്ട ഒരു സാഹചര്യം രാഹുൽ ഗാന്ധിയുടെയൊക്കെ കാലഘട്ടത്തിൽ ഉണ്ടായി എന്നതുകൂടി ഈ ഘട്ടത്തിൽ നമ്മൾ ഓർക്കേണ്ടതാണ്. എന്തായാലും എസ്.എം. കൃഷ്ണയുടെ ഈ വിയോഗം അത് വലിയ തോതിൽ ദേശീയ തലത്തിലും ചർച്ചാ വിഷയമാകുന്ന ഒരു സംഭവം തന്നെയാണ്. കാരണം അദ്ദേഹം വിദേശകാര്യമന്ത്രിയായിരുന്ന ഘട്ടത്തിലും ഒപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ കർണാടകയുടെ മുഖ്യമന്ത്രിയായിരുന്ന ഘട്ടത്തിലൊക്കെ ബംഗളൂരു നഗരത്തിന് വേണ്ടിയൊക്കെ ചെയ്ത കാര്യങ്ങൾ ഇന്ന് നാം കാണുന്ന രീതിയിലൊരു വലിയ IT ഹബ്ബായൊക്കെ ബംഗളൂരു മാറിയതിലൊക്കെ എസ്.എം. കൃഷ്ണ വളരെ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. വീണ. ശരി ഗൗതം.